ഉണ്ണിമായെ തിരുമേനി വിളിക്കുന്നുണ്ട്. നമ്മള് കട്ടപ്പെട്ടൊക്കെ വെറുതെ ഒന്നിനും ഒരു ഫലവും കിട്ടില്ല. എന്താ ഉണ്ടായത്? വിധവ പൊന്നും പൊട്ടും ഉപേക്ഷിച്ച് ഓലപ്പായിൽ കഴിച്ചു കൂട്ടണം, എന്നാലേ മരിച്ചുപോയവർക്ക് മോക്ഷം കിട്ടുമെന്നൊക്കെയാണല്ലോ. അങ്ങനെയാണല്ലോ ആചാര്യന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതൊക്കെ. എന്നാ ഇവിടെ ഒരാൾ അതെല്ലാം ധരിച്ചിരിക്കണു. വേറെ ആരുമല്ല, ഉണ്ണിമായ. അതെ, അമ്മാൻ പറഞ്ഞത് കേട്ടില്ലേ? ഉണ്ണിമായ ചെയ്ത് അത്ര വലിയ തെറ്റാണമ്മായി. വിധവ പൊട്ടുകുത്തിയാൽ ആകാശം ഇടിഞ്ഞു വിടുന്നില്ലല്ലോ. പഴയ ആൾക്കാരല്ലേ, വിഷമുണ്ടാവും. താനൊന്നും ഉമ്മറത്തേക്ക് ചെല്ല. പറഞ്ഞ കേക്കും തോന്നണില്ല, എന്നാലും ഒന്ന് ചെല്ല. ഹരിയേട്ട് ഒന്ന് ചെല്ല്, വേണമെങ്കിൽ ഞാനും വരാം. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം അമ്മായി. ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞതാ അമ്മായി. വിധവയുടെ മനസ്സ് കളങ്കപ്പെട്ടു എന്നുള്ളതാ പ്രശ്നം. എന്നുവെച്ചാൽ പരിഹാരമില്ല എന്നല്ല, എല്ലാത്തിനും പരിഹാരമുണ്ട്, ശിക്ഷ ഉൾപ്പെടെ. എന്താച്ചാ വേഗം നടപ്പിലാക്കുക. ഇല്ലാച്ചാ ഈ തറവാടിന് തന്നെ ദോഷാണേ. കണ്ടതിലും വലുത് ഇനി എന്താ ഉണ്ടാവാൻ പോണെന്ന് ആർക്കറിയാം. അമ്മാവ, ഉണ്ണിമായക്കൊരു തെറ്റുപറ്റി, അതൊന്ന് ക്ഷമിച്ചാ തീരാവുന്ന പ്രശ്നമില്ലോളൂ. പട്ടണത്തിൽ പോയി പഠിച്ചതിന്റെ വകതിരില്ലായ്മ അവനൊക്കെ. തലമുറകളായി കൈമാറി വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിച്ച് മരിക്കണമെന്നൊരു മോഹമുണ്ട് ഈ പാവം നമ്പൂരിക്ക്. അതിനെ അനുവദിക്കോ? ഇനിയിപ്പോ ഇതിനെ വഹിക്കണേ. ശിക്ഷ എന്താന്ന് വെച്ചാ എത്രയും വേഗം നടപ്പിലാക്കുക. ഉള്ളിൽ മോഹം ഉണർത്തുന്ന കാമാഗ്നി അങ്ങോട്ട് തണുക്കട്ടെ. മണ്ണിലിരുത്തി തലവഴി വെള്ളമൊഴിക്കുക, അസ്തമയം വരെ. വരാ. ക്ഷമിക്കുക, ഞാൻ കൽപ്പിച്ചത് ചെയ്യുന്നതേ ഉള്ളൂ.
അറിഞ്ഞില്ലേ മകളുടെ വിശേഷം? ഈ കുട്ടിക്ക് എന്താ ഭ്രാന്തുണ്ടോ? മേലെടുത്തുനിന്നൊരു ബന്ധം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും എതിർത്തതാ. ഇപ്പോഴല്ലേ അതിന്റെ കാര്യം ബോധ്യായത്? ഞാനിപ്പോ എന്താ ചെയ്യാ? ഒന്നും അറിയില്ല. അറിയണം. തറവാട്ടിൽ ഓരോ അനർത്ഥങ്ങൾ ഉണ്ടാവുമ്പോ അവളുടെ അമ്മ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ ഉള്ളവർക്ക് തല നിവർത്തി നടക്കാൻ പറ്റാണ്ടായിരിക്കണം. ഓരോന്ന് കേൾക്കുമ്പോ വിഷമുണ്ട്. ഞാൻ അവളെ പെറ്റുപോയില്ലേ. ഒരു കാര്യം നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. അതാ പുറപ്പെട്ടത്. എന്താ? അവളെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? അവൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പ്രായം എത്രയുണ്ടെന്ന് വെച്ചാലും സ്വന്തമായിട്ടൊരു വീടുണ്ട്. ഞങ്ങളുടെ സ്ഥിതിയൊക്കെ അവർക്കറിയാം. അപ്പൊ അതാണ് കാര്യം. വെറുതെ അല്ല മകൾ ഇവിടെ പൊട്ടുകുത്തലും മണവാട്ടി ചമയലും ഒക്കെ നടത്തണത്. അയ്യോ, അവളിതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെയാ ഇക്കാര്യം ആദ്യമായിട്ട് പറയണത്. ഇവിടുന്ന് ആലോചിച്ച് പറയണ പോലെ എന്തുള്ളൂ. അമ്മ എന്തിനാ ഇതൊക്കെ പറയാൻ പോയത്? എത്ര കാലം വെച്ചിട്ടാ നീ ഇങ്ങനെ? പണ്ടത്തെ കാലമല്ല. നിനക്കൊരു ജീവിതം വേണ്ട മോളെ. അതോർത്ത അമ്മ. ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരെത്തും വെടിയും കിട്ടണില്ല. ഉണ്ണിമായി ഈ അവസ്ഥയിൽ കാണുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ടമ്മായി. അമ്മാവനെതിരായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്തൊക്കെയായാലും ഒരു തീരുമാനം എടുക്കണമല്ലോ. എന്താ രണ്ടാളും കൂടി ഒരു ആലോചന? ഉണ്ണിമായയുടെ കല്യാണക്കാരിയായിരുന്നു. നിങ്ങൾക്കും പിടിച്ചോ ഭ്രാന്ത്? ഉണ്ണി മരിച്ചിട്ട് അധികമായില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ആർക്കും വേണ്ട. ഉണ്ണിമായ ചെറുപ്പമല്ല അമ്മാവ. ഇവിടെ ഇപ്പൊ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 9-ാം നാളത്തെ പൂജ അത് തന്നെ പ്രധാനം.